My dear friends, my dear masters, and my dear gods, ധ്യാനോദയം 2024 സീസൺ 2ലേക്ക് ഞാൻ മാലിനി മേനൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് സങ്കല്പ ശക്തിയാണ്. PMC ഹിന്ദിയിൽ പ്രേമാമൃതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ബ്രഹ്മഋഷി പ്രേമാത്മകം സംസാരിച്ചൊരു ടോപ്പിക്കാണ് സങ്കല്പ ശക്തി. അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സങ്കല്പം എന്താണ്? സങ്കല്പം എന്ന് പറഞ്ഞാൽ സൃഷ്ടി. നമ്മൾ സൃഷ്ടികർത്താവാണ്. ശിവാനന്ദ സ്വാമിയുടെ തോട്ട് പവറിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ എന്താണ് ആലോചിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ആവും. ആസ് യു തിങ്ക് സോ യു ബിക്കം. അപ്പൊ സങ്കല്പം എന്ന് പറഞ്ഞാൽ വെറും ഒരു സാധാരണ ഒരു തോട്ടല്ല, ഇന്റൻസ് തോട്ടാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. ബ്രഹ്മഋഷി പത്രിജിന്റെ ഒരു സങ്കല്പമാണ് ധ്യാൻ ജഗത്, ശാകാഹാര ജഗത്, പിരമിഡ് ജഗത്. അപ്പോൾ ഇത്രയും വലിയൊരു സങ്കല്പമാണ്. അത് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, ഹോൾ വേൾഡിനെ കവർ ചെയ്യുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ സങ്കല്പ് വെച്ചാൽ മാത്രം പോരാ, അതിന് വർക്ക് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ പത്രിജി ഒരു സങ്കല്പ് വെക്കുകയും ചെയ്തു. അതിനുള്ള എഫേർട്ട് കുറെ എടുത്തു. ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ടോട്ടൽ ഒരു 5000 മെഡിറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മോർ ദാൻ 1 crore ഉണ്ട്, എല്ലാ സ്ഥലം കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. അടുത്ത് ഈ സങ്കല്പ ശക്തി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, ഭൗതിക ജീവിതത്തിലും അത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഫിയർ ഉണ്ട്, എന്തെങ്കിലും ടൈപ്പ് ഫിയർ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ സാധാരണ ഒരു ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കും ഈ ഫിയറിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് നമ്മൾ ഈ സങ്കല്പം വെച്ചിട്ട് ധ്യാനം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ വേഗത്തിൽ, വളരെ പെട്ടെന്ന് തന്നെ ആ ഫിയർ മാറ്റും. ഫിയർ മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ് ഉണ്ടാവും. ബിക്കോസ് ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഫിയർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് യൂസ്ഫുള്ളായി ഈ സങ്കല്പം. അതുപോലെ നമ്മുടെ ഭൗതിക ജീവിതത്തിലും നമുക്ക് ഈ സങ്കല്പം വയ്ക്കാം. ഇപ്പോൾ സങ്കല്പനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെടി പോലെയാണ്, ചെറിയൊരു ചെടി. അപ്പോൾ ഈ ചെടി സങ്കല്പമാകുമ്പോൾ നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുന്നത് ധ്യാനത്തിന്റെ ഇക്വലന്റ് ആണ്. പിന്നെ നമ്മൾ ആ ചെടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെൻസ് ഉണ്ടാക്കും. ഫെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്യണം, അതിനെ എൻകറേജ് ചെയ്യണില്ല നമ്മൾ നെഗറ്റീവ് തോട്ട്സിനെ. അടുത്തത് നമ്മൾ ഇതിൽ വളം ഇടും. വളം ഇടുന്നത് വിഷ്വലൈസേഷന്റെ ഇക്വലന്റ് ആണ്. പിന്നെ നമ്മുടെ ഈ പ്ലാന്റിന്റെ സൈസ് പോലെ, എത്ര വലിയ പ്ലാന്റ് ആണോ അത്രയും നമ്മൾ വെള്ളം ഒഴിക്കണം അതിന്റെ റൂട്ട്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സങ്കല്പം എത്ര വലുതാണോ അത്രയും നമുക്ക് ധ്യാനം കൂട്ടേണ്ടി വരും. ബിക്കോസ് അത്രയും നമുക്ക് എനർജി വേണ്ടി വരും ആ കാര്യം സാധിക്കാനായിട്ട്. ഇപ്പോൾ വലിയൊരു സങ്കല്പമാണ് ബ്രഹ്മർഷി പത്രിജിന്റെ പോലത്തെ ആണെങ്കിൽ, അപ്പോൾ അത് ഹോൾ വേൾഡിനെ കവർ ചെയ്യുന്നതാണ്, എല്ലാം ഹ്യൂമൻ ബീങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ അതിന് വളരെയധികം എനർജി വേണം. അപ്പോൾ അതിനാണ് സാമൂഹിക് ധ്യാൻ വെക്കുന്നത്. സാമൂഹിക് ധ്യാനിൽ കുറേ മെഡിറ്റേറ്റേഴ്സ് ഒരുമിച്ചിരുന്ന്, മാസ്റ്റേഴ്സ് ഇരുന്നിട്ട് ഒരേ സമയത്ത് തന്നെ ധ്യാനം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും ഈ സങ്കല്പ ശക്തി ഉപയോഗിക്കാം. അതായത് സ്റ്റേറ്റ് റാങ്കിൽ ഫസ്റ്റ് റാങ്ക് വരണമെന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടിക്ക് സങ്കല്പം വെക്കാം, അറ്റ് ദ സെയിം ടൈം ആ കുട്ടിക്ക് വിഷ്വലൈസും ചെയ്യാം. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷം എങ്ങനെയായിരിക്കും, ഫീലിങ്സ് എന്തായിരിക്കും, ആ ഇമോഷനിൽ ഇരിക്കണം. അതുപോലെ ഫാമിലിയിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വർക്കും ചെയ്യണം, പഠിക്കണം, നല്ലോണം പഠിക്കണം. അപ്പം നമ്മൾ ഒരു സങ്കല്പം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അതിനുള്ള വർക്കും നമ്മൾ ചെയ്യണം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സങ്കല്പം വെച്ചിട്ട് ഈ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കാൻ തുടങ്ങും. ബിക്കോസ് നമ്മുടെ എനർജി ഇൻക്രീസ് ആവും. വേറൊരു എക്സാമ്പിൾ ബ്രഹ്മഋഷി പ്രേംനാഥ് സർ പറഞ്ഞത് ഒരു കുട്ടിയുടെ ആയിരുന്നു. ഗേറ്റ് കോച്ചിങ്ങിന് പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ വീട്ടിൽ 2x2 ഒരു പിരാമിഡ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് ആ കുട്ടി ഡെയിലി പഠിക്കുക, അതിൻ്റെ അടിയിൽ തന്നെ ധ്യാനം ചെയ്യുക ആൻഡ് ഉറങ്ങുകയും ചെയ്യുക. 12 ദിവസം എക്സാമിൻ്റെ മുമ്പേ മൗനധ്യാനം കൂടി ചെയ്തിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായത് ആ കുട്ടിക്ക് നാഷണൽ ലെവലിൽ 3rd റാങ്ക് ആയിരുന്നു. എത്രയോ കുട്ടികൾ ഈ എക്സാം എഴുതണം, ബട്ട് ഈ കുട്ടിക്ക് 3rd റാങ്ക് കിട്ടി. വേറൊരു എക്സാമ്പിൾ തന്നത് ഒരു 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ആ കുട്ടി എല്ലാ ദിവസവും എന്തായാലും ഒരു 1 hour ധ്യാനം ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സാം വന്നപ്പോൾ 70% ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അറിയുന്ന ഓൺലി 30%. ബട്ട് എക്സാം എഴുതിയപ്പോൾ ആ കുട്ടിക്ക് 97.5% ഉണ്ടായിരുന്നു. അതെങ്ങനെയാ വെച്ചാൽ ആ കുട്ടി എക്സാമിനേഷൻ ഹാളിലെത്തിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, മനസ്സിലായി എനിക്ക് 30% അറിയുള്ളൂ, 70% അറിയില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് ധ്യാനത്തിലിരുന്നു ആൻഡ് ഒരു സങ്കല്പം ഇട്ടു. that എനിക്ക് എൻ്റെ ജന്മജന്മങ്ങളായിട്ടുള്ള ഫ്രഞ്ചിൻ്റെ നോളജ്, അതുപോലെ ഉന്നത ലോകത്തിലെ മാസ്റ്റേഴ്സിൻ്റെ ഫ്രഞ്ചിൻ്റെ നോളജ്, അതെല്ലാം എനിക്ക് ഈ നിമിഷം തന്നെ ഇപ്പം തന്നെ എനിക്ക് കിട്ടണം. ഈ നോളജ് വെച്ചിട്ട് ഞാൻ ഈ എക്സാം എഴുതും ആൻഡ് ഈ എക്സ്പീരിയൻസ് ഞാൻ മറ്റേ ആൾക്കാരോട് കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടി പെൻ വെച്ചു. പിന്നെ പെൻ എടുത്തിട്ട് എഴുതാൻ തുടങ്ങിയത് ഓട്ടോ റൈറ്റിംഗ് ആയിരുന്നു.
ആ ഓട്ടോ റൈറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ്, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോഴാണ് 97.5% കിട്ടിയത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും ഒക്കെ നമുക്ക് ഈ സങ്കല്പം ഉപയോഗിക്കാം. പിന്നെ സങ്കല്പ് നമുക്ക് ഒരു പ്രാവശ്യം എടുത്താൽ മതി, പക്ഷെ അതിൻ്റെ വിഷ്വലൈസേഷൻ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം, ഡെയിലി ചെയ്യാം. ബട്ട് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ സങ്കല്പം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു എക്സാമ്പിൾ സർ പറഞ്ഞത്, ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ലോണം ധ്യാനം ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു സങ്കല്പം ഇടാം. അതായത് എൻ്റെ ആത്മാവ് ഹിമാലയത്തിൽ മെഡിറ്റേഷന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്തു, ആൻഡ് അവിടെ ഹിമാലയത്തിൻ്റെ കോൺഷ്യസ്നെസ്സും എൻ്റെ കോൺഷ്യസ്നെസ്സും മെർജായി. അങ്ങനെ നമ്മളൊരു സങ്കല്പമിട്ട് ധ്യാനം ചെയ്യുമ്പോൾ അവരുടെ ആസ്ട്രൽ ബോഡി അങ്ങോട്ടേക്ക് പോവും, അവിടെ ഇരുന്ന് നല്ലൊരു ധ്യാനം അവർക്ക് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പെരിമെൻ്റ് ഒക്കെ നമുക്ക് ചെയ്തു നോക്കാം. ആൻഡ് അങ്ങനെ ഒരു സങ്കല്പം വെച്ചിട്ടുള്ളൊരു ധ്യാനം ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അതുപോലത്തെ എനർജി നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്, ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ സേത് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കറക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശരിക്ക് സങ്കല്പം വെച്ചിട്ട് ധ്യാനം ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് നല്ല നോളജ് ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സങ്കല്പം എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊരു സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മാസ്റ്റേഴ്സ്, എക്സ്പീരിയൻസ് മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് സങ്കല്പം വെച്ചിട്ട് നമുക്ക് ധ്യാനം ചെയ്യാം. ബിക്കോസ് അതൊരു ബ്രഹ്മാസ്ത്രം പോലെയാണ്. ഒരു പ്രാവശ്യം വിട്ടു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ എയിമിലേക്ക് എത്തും, ആ ഉദ്ദേശത്തിലേക്ക്. വേറൊരു ക്വസ്റ്റ്യൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചത്, നമുക്ക് എത്ര ടൈം എടുക്കും ഈ സങ്കല്പ് ഫുൾഫിൽ ചെയ്യാനായിട്ട്? അപ്പോൾ അതിൻ്റെ ആൻസർ സർ പറഞ്ഞത്, പല കാരണങ്ങളുണ്ട്, പല കോമ്പിനേഷൻസ് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. അത് എത്ര ടൈം എടുക്കുന്നു ഈ സങ്കല്പം കംപ്ലീറ്റ് ആവാനായിട്ട്, അതിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ആവും. ഫോർ എക്സാമ്പിൾ, ആൾക്കാരുടെ എനർജി, പേഴ്സണൽ എനർജി എത്രയുണ്ട്, അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്തുണ്ട്, എത്ര ലെവലാണ്, പിന്നെ അവരുടെ ഫെയ്ത്ത്, പിന്നെ അവരുടെ പാസ്റ്റ് ലൈഫ് കർമാസ്, അങ്ങനെ പല സാധനങ്ങളുടെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഇപ്പോൾ ചില ആൾക്കാരുടെ പാസ്റ്റ് ലൈഫിൽ കുറേ കർമാസ് ഉണ്ടെങ്കിൽ അവർ സങ്കല്പം വെച്ചിട്ട് ധ്യാനം ചെയ്യുമ്പോൾ ടൈം എടുക്കും, പെട്ടെന്ന് അവരുടെ റിസൾട്ട് കിട്ടില്ല. നേരെ മറിച്ച് ഈ പെർട്ടിക്കുലർ ലൈഫിൽ മാത്രമുള്ളൊരു ചെറിയ കർമ്മമാണെങ്കിൽ ഉടനെ തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പല ആൾക്കാരുടെ സങ്കല്പം വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഓരോരുത്തരുടെ പേഴ്സണൽ ജേർണിയാണ്, അവരുടെ പാസ്റ്റ് ലൈഫ് കർമാസ് ഉണ്ടാവും. സോ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ചിലവർക്ക് നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവും, അതൊന്നും നമുക്കറിയില്ല. സോ നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല വേറെ ആളുടെ ആൻഡ് നമ്മുടെ സങ്കല്പത്തെ പറ്റിയിട്ട്. പിന്നെ നമുക്ക് സങ്കല്പ് ഫോർ ഫോർഗിവ്നെസ്സും ക്ഷമിക്കാനും വേണ്ടിയിട്ട് എടുക്കാം. സേത് മാസ്റ്റർ പറഞ്ഞത്, ഒരു യോഗീശ്വരന് സങ്കല്പ് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവർ അത്രയും ഹൈ ലെവലിലാണ്, അവരുടെ കോൺഷ്യസ്നെസ് ആസ്ട്രലിലാണ്. അങ്ങനത്തെ ഒരാൾക്ക് സങ്കല്പപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ലൈഫിൽ എന്താ അവർ ആഗ്രഹിക്കുന്നത് ഓട്ടോമാറ്റിക്കലി അത് നടക്കും. പിന്നെ ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാവും സങ്കല്പ് ഒരു ഡിസയർ ആണോ, വെറും ഒരു ഡിസയർ ആണോ എന്ന്. പക്ഷെ സങ്കല്പ് ഡിസയർ അല്ല, ഇറ്റ് ഈസ് ക്രിയേഷൻ, സൃഷ്ടിയാണ്. നൗ വേറൊരു ലാസ്റ്റ് എക്സാമ്പിൾ സർ മെൻഷൻ ചെയ്തത്, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ചില ആൾക്കാർക്ക് കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ലേഡീസിന് സങ്കല്പം വയ്ക്കാം. അതേ സമയത്ത് ഈ ആസ്ട്രൽ വേൾഡിലും എൻലൈറ്റൻ മാസ്റ്റേഴ്സ് ഉണ്ടാവും, അവർക്ക് ഭൂമിയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സങ്കല്പം വെച്ചിട്ടൊക്കെ ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരുടെയും കണക്ഷൻ ആവുമ്പോൾ ഇത്രയും എൻലൈറ്റൻ മാസ്റ്റേഴ്സ് ആയിരിക്കും ജനിക്കുക ഇങ്ങനത്തെ ലേഡീസിന്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭുവനേശ്വറിൽ ഒരു മാഡം ഉണ്ടായിരുന്നു. അവർ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആസ്ട്രൽ മാസ്റ്റർ വന്നിട്ട് അവരോട് പറഞ്ഞു, 7 ആസ്ട്രൽ മാസ്റ്റേഴ്സിന് ഭൂമിയിലേക്ക് വരണമെന്നുണ്ട്, അപ്പോൾ അവരെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പ്രേംനാഥ് സാറിൻ്റെ അടുത്ത് മാഡം പറഞ്ഞപ്പോൾ പ്രേംനാഥ് സർ പറഞ്ഞു, ധ്യാനത്തിലിരുന്നിട്ട് തന്നെ അവരോട് തന്നെ ചോദിക്കുക മാസ്റ്റേഴ്സിനോട്, എനിക്ക് അറിയില്ല എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന്, മാസ്റ്റേഴ്സ് തന്നെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യും, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആസ്ട്രൽ മാസ്റ്റേഴ്സ് പറഞ്ഞു, അവിടെ കുറേ ലേഡീസ് ഉണ്ടാവും കുട്ടികളില്ലാത്തവർ, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ധ്യാനം പറഞ്ഞു കൊടുക്കൂ, പിന്നെ സങ്കല്പം വെച്ചിട്ട് ധ്യാനം ചെയ്യാൻ പറയൂ, അപ്പോൾ ഞങ്ങൾക്ക് ആ വീട്ടിൽ ജനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സങ്കല്പം വെച്ചിട്ട് ധ്യാനം ചെയ്യുമ്പോൾ ഒരു കണക്ഷൻ കിട്ടും. ആൻഡ് രണ്ട് സൈഡും രണ്ടുപേർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. കാരണം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുകയും ചെയ്യും, അതേ സമയത്ത് സാധാരണ മക്കളായിരിക്കില്ല, ദിവ്യ സന്താനങ്ങളായിരിക്കും. ബിക്കോസ് അത്രയും എൻലൈറ്റൻ മാസ്റ്റേഴ്സ് ആയിരിക്കും അവരുടെ വീട്ടിൽ ജനിക്കാൻ പോണത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ സങ്കല്പം വെച്ച് ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും മെറ്റീരിയൽ ലൈഫിലും എല്ലാ ആസ്പെക്ട്സിലും നമുക്ക് സക്സസ് നേടാം. താങ്ക് യു വെരി മച്ച്.